ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഞാൻ എന്താ രാവിലെ തന്നെ ഓൺ വോയിസിലെത്തിയിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ നമ്മൾ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊരു ജയവും തോൽവിയും ഒക്കെ ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ജയിക്കാൻ വേണ്ടി എന്തും വാഗ്ദാനങ്ങളും കൊടുക്കുന്നത് ശരിയുള്ള കാര്യമല്ല. ഞാൻ ഇന്ന പാർട്ടിയൊന്നുമില്ല. ഓരോ ഭരണം മാറി മാറി ഇരിക്കട്ടെ, അത് നല്ല കാര്യം. ഇപ്പോൾ തന്നെ ഇന്ന ഭരണം ജയിക്കാൻ വേണ്ടി അവർ കുറേ വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു. ബസ്സിനകത്തൊക്കെ ഫ്രീ ടിക്കറ്റ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിക്കാതാണ് അവർ ആ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പത്രം വായിച്ചപ്പോൾ എനിക്കിതിനകത്ത് പറയണമെന്ന് തോന്നിയതാണ്. ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രം എന്നാക്കിയിട്ടുണ്ട്. ഇങ്ങനെയും വേണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയുള്ള, കാരണം വെച്ചാൽ ഈ പ്രായം ചെന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഫ്രീ ടിക്കറ്റ് എങ്കിൽ ഇത് വിജയിച്ചേരമായിരുന്നു. ഇതിപ്പോൾ എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പം അവരുടെ വാഗ്ദാനങ്ങൾ മാറ്റി പാലിക്കേണ്ട അവസ്ഥ വന്നിരിക്കുക. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒന്നുകിൽ ഇതും മാറ്റേണ്ട അവസ്ഥ വരും. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇപ്പം ആ ബസ്സിനകത്ത് എല്ലാവരും തിക്കും തിരക്കും ആവും. പിന്നെ ആ ബസ്സിനകത്തുള്ള യാത്ര ഭയങ്കര പ്രശ്നങ്ങളായേക്കാം. അപ്പം ഒന്നെങ്കിൽ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും പ്രായം എന്തോ ഒരു 10-60 അത്ര 60 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് അങ്ങനെ ആ ടിക്കറ്റ് ആക്കി കൊടുക്കുന്നതാണ് നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ. ഇനി ഇത് കണ്ടു നിന്നിട്ട് കേൾക്കാനും മറുപടി പറയാനും ആൾക്കാർ കാണുമല്ലോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ. എൻ്റെ അഭിപ്രായം ഇതാണ്. അപ്പം ശരി.